ലൂയി ഉറങ്ങുന്ന കാരണം ചേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കും കേട്ടോ, ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ തള്ളി നീക്കിയിട്ട് അവിടെ അറ്റത്ത് കൊണ്ടുപോയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ഈ കാണുന്നത്. സൺഡേ ആകുമ്പോൾ ഫുള്ള് ലൂയി ഉറക്കം, റെസ്റ്റ്, പിന്നെ ഓടി നടക്കൽ, അങ്ങനത്തെ കലാപരിപാടികളാണ് കേട്ടോ ഭൂരിഭാഗവും. ഞാൻ സൺഡേസിലാണ് എൻ്റെ ഹെയർ കെയർ അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും ഇട്ട് പാക്കൊക്കെ ഇടാമെന്നുള്ളൊരു ദിവസം സൺഡേ ആണ് കേട്ടോ. ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഫ്രൈഡേയ്സ് ഞങ്ങൾ വീട്ടിലേക്ക് വരും, എന്നിട്ട് മൺഡേ മോർണിംഗ് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ, ക്ലാസ്സിൽ പോകണ കാരണം. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിലാണ്, ഈ ഒഴിവുള്ള ദിവസങ്ങളിലാണ് ഞാൻ എൻ്റെ ഹെയർ കെയർ ഒക്കെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ തേക്കും, എന്തെങ്കിലും പാക്കൊക്കെ ഇടും. അത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിന് നല്ല മാറ്റമുണ്ട് കേട്ടോ, തിക്നെസ്സൊക്കെ കൂടുന്നുണ്ട്. ആ ഒരു ഹെയർ പാക്ക് ഇട്ടതിന് ശേഷം ഓയിലിംഗ് ചെയ്തതിന് ശേഷം ഞാൻ മീൻ വറക്കാൻ നിന്നു കേട്ടോ. അമ്മയുടെ മീൻകറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് മീൻ വറക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അതൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം ഓയിൽ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ഹെയർ പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കി ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി തണുപ്പിച്ചിട്ട് എനിക്ക് ഇടുന്നതാണ് എനിക്ക് ഇത്രയും കൂടെ ഒരു ബെറ്ററായിട്ട് തോന്നിയേക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ലിയോ ആണ് കേട്ടോ, കുഞ്ഞു പൂച്ച. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ മീനൊക്കെ വറുത്തു. അപ്പോൾ മീനൊക്കെ അടുപ്പത്തിട്ടിട്ട് തീ കുറച്ചിട്ടിട്ട് ഞാൻ എൻ്റെ ഹെയർ പാക്ക് എടുത്തിട്ട് തലയിലിടാൻ പോയി കേട്ടോ. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇടുന്ന ഹെയർ പാക്കാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം നടന്നു, മീനൊക്കെ എടുത്ത് വറുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ലൂയി ഉറങ്ങായിരുന്നു. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അലക്കാനുള്ളതൊക്കെ എടുത്തിട്ട് ഞാൻ അലക്കി എല്ലാ പണികളും ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു കേട്ടോ. ആ ഒരു സമയമായപ്പോഴേക്കും ലൂയി എഴുന്നേറ്റു. അവന് ഞാനൊരു വാട്ടർ ബോട്ടിൽ എടുത്ത് കൊടുത്ത് അവനോട് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആൾ ഫുള്ള് ഹാപ്പി മൂഡാണ്. എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ മാത്രം കരച്ചിലുള്ളൂ കേട്ടോ ഇവന്, അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പമില്ല, ആളിങ്ങനെ ഫുള്ള് ഓണായിട്ട് ഇങ്ങനെ നടന്നോളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, യാതൊരു പ്രോബ്ലം അവനില്ല. അങ്ങനെ അവനെ ഇരുത്തി ഞാൻ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു. അതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനൊക്കെ പോയേട്ടോ. അപ്പോൾ ചേട്ടൻ ഓൾറെഡി പുറത്ത് പോയേക്കായിരുന്നു. അപ്പോൾ ഞാനും കൂടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിച്ച് നിന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ലൂയി പിന്നെ ഒരു ഉറക്കം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു നിപ്പ്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റത്തെ ഒരു മുയലും കുട്ടിയാണത്. അത് ഞാൻ അവൻ അഴിച്ചിട്ട ഒരു സംഭവമാണ് കേട്ടോ. കുറേ നാളെ അവൻ അഴിച്ചിട്ടിട്ട്. അപ്പോൾ അവൻ അവിടെ ഇവിടെയൊക്കെ നടന്നു. അപ്പോൾ ലൂയി അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. വൈകിട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ പെറ്റ്സിനും അഴിച്ചിട്ടിട്ടോ. ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്.